ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിലേക്ക് നിങ്ങൾ അടുത്തു വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവവുമായി ഒരു നല്ല ബന്ധം തുടങ്ങുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട പരമപ്രധാനമായ ചില കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവം എങ്ങനെയുള്ളവനാണ്? എങ്ങനെയാണ് ദൈവത്തെ വർണ്ണിക്കുവാൻ കഴിയുന്നത്? ദൈവം എങ്ങനെ ഇരിക്കുന്നു? ദൈവത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണ്? ദൈവത്തിൻ്റെ പ്രകൃതി എങ്ങനെയാണ് എന്ന് മനുഷ്യൻ പലപ്പോഴും അവൻ്റെ ഹൃദയത്തിലെ സംശയം കൊണ്ട് ചോദിക്കുന്നത് നമുക്ക് കേൾക്കാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഇന്ന് ദൈവത്തോട് അടുക്കുവാൻ ആഗ്രഹിക്കുന്ന, ദൈവവുമായി നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുന്ന, എനിക്ക് ഈ ദൈവത്തെ നന്നായി അറിയണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 32-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം, ആവർത്തന പുസ്തകം 32:4. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ പാറ. ഹല്ലേലൂയ. ദൈവം പാറ. ആമേൻ. പാറയായിരിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ പാറ ദൈവമല്ല. ദൈവത്തിൻ്റെ പ്രകൃതി അറിയുവാൻ, ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കുവാൻ ഉദാഹരണമായി എടുത്തിരിക്കുന്ന ഒരു സംഗതിയാണ് പാറ എന്നുള്ളത്. സ്തോത്രം. പാറയെ കുറിച്ച് നാം ചിന്തിക്കുകയാണ്. പാറ എന്തിനെ കാണിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ ശ്രമിക്കുന്ന, ദൈവത്തോട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പ്രകൃതി എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാറയെ പോലെയാണ്. പാറയ്ക്ക് എന്താണ് സവിശേഷതയുള്ളത്? പാറയ്ക്കിരിക്കുന്ന സവിശേഷത അത് ബലമുള്ള ഒന്നാണ്. ബലമുള്ള ഒന്നാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ബലമുള്ള ഒരു വസ്തുവാണ് പാറ എന്ന് പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ. തിരമാലകൾ, സമുദ്രം, കടൽ അതിൻ്റെ കോപത്തിൽ, അതിൻ്റെ ശക്തിയോട് തിരമാലകൾ ആഞ്ഞ് ആർത്ത് ഇരമ്പി വരുമ്പോൾ അത് പാറമേൽ അടിക്കും. പക്ഷേ തിരമാലകൾക്ക് ആ പാറയെ തകർക്കാനായിട്ട് കഴിയുകയില്ല. സ്തോത്രം. ആ പാറമേൽ അഭയം പ്രാപിച്ചിരിക്കുന്നവർക്ക് ഒരു വലിയ സംരക്ഷണം അവിടെ ലഭിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. സങ്കീർത്തന പുസ്തകങ്ങളിലേക്ക് വരുമ്പോൾ ദാവീദ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, യഹോവന്റെ പാറയാകുന്നു. എൻ്റെ പാറയായ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പാറയായ ദൈവമേ. പാറ എന്തിനെ കാണിക്കുന്നു? ഒന്ന്, പാറ ബലമുള്ള ഒരു സ്ഥലത്തെ കാണിക്കുന്നു. രണ്ട്, പാറ എന്തിനെ കാണിക്കുന്നു? പാറ സുസ്ഥിരമായ ഒരു സ്ഥലത്തെ കാണിക്കുന്നു. സുസ്ഥിരമായ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ മാറിപ്പോകാത്ത ഒരു സ്ഥലം. എന്തെല്ലാം ഇളക്കങ്ങൾ തട്ടിയാലും, എന്തെല്ലാം സംഭവിച്ചാലും കുലുങ്ങിപ്പോകാത്ത, മാറാത്ത, സുസ്ഥിരമായിരിക്കുന്ന ഒരു സ്ഥലമാണ് പാറ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് അവനെ പരിപാലനം കൊടുക്കുന്ന, അവനെ പരിപാലിക്കുന്ന ഒരു സ്ഥലമാണ് പാറ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കാട്ടിലെ അനേക വന്യമൃഗങ്ങളുണ്ട്, ക്രൂര മൃഗങ്ങളുണ്ട്, കടിച്ചു കയറുന്ന സിംഹം, ഹല്ലേലൂയ, ഓടിപ്പിടിക്കുന്ന ചീറ്റപ്പുലികൾ, ദുഷ്ടമൃഗങ്ങൾ നിറഞ്ഞിരിക്കുന്ന കാട്ടിൽ കാട്ടാടുകൾക്ക് അഭയസ്ഥാനം പാറയായിരിക്കുന്നു. കുഴിമുയലിന് അഭയസ്ഥാനം പാറയായിരിക്കുന്നു. കാരണം ആ ബലഹീനമായിരിക്കുന്ന ജീവികൾ ഈ ക്രൂര മൃഗങ്ങളുടെ മുൻപിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവറ്റങ്ങൾക്ക്, ആ ബലഹീനമായ ആ മൃഗങ്ങൾക്ക് അഭയസ്ഥാനം പാറയാണ്. പാറയിലെ കുഴികളാണ് ഈ കാട്ടാടുകൾക്കും കുഴിമുയൽക്കും അഭയമായിരിക്കുന്നത്. നമ്മൾ ശലോമോന്റെ പുസ്തകം നാം വായിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്കത് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കാട്ടാടുകൾക്ക്, കുഴിമുയലുകൾക്ക്, ഈ ക്രൂരമൃഗം കടന്നു വരുമ്പോൾ, കടിച്ചു കയറുന്ന സിംഹം കടന്നു വരുമ്പോൾ
ഓടിച്ച് പിടിക്കുവാൻ ശ്രമിക്കുന്ന ദുഷ്ടമൃഗങ്ങൾ നടന്നു വരുമ്പോൾ കാട്ടാടുകൾക്കും ഈ മുയലുകൾക്കും അഭയസ്ഥാനമായിരിക്കുന്നത് ഈ പാറയാണ്. ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം പരിപാലിക്കുന്ന ഒരു സ്ഥലം, സംരക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥലം, ഹല്ലേലൂയ, സുസ്ഥിരമായ ഒരു സ്ഥലം, ഹല്ലേലൂയ, മാറ്റമില്ലാത്ത ഒരു സ്ഥലം, ഫലമേറിയ ഒരു സ്ഥലം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ പാറ ക്രിസ്തുവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ജനങ്ങൾക്ക് പ്രൈസ് ദി ലോർഡ് വെള്ളം കൊടുത്ത പാറ, പ്രൈസ് ദി ലോർഡ്, ജനങ്ങളുടെ ദാഹം തീർത്ത പാറ. അങ്ങനെ പാറയെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് അനേക കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തു എന്ന പാറമേൽ, ക്രിസ്തു എന്ന പാറമേലാണ് കർത്താവിന്റെ സഭയെ ദൈവം പണിതിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം, ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ, ദൈവം ആരാണെന്ന് മനസ്സിലാക്കുവാൻ, ദൈവവുമായ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളോട് ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, അവൻ പാറ എന്ന് പറയുമ്പോൾ ദൈവം നിനക്ക് സുരക്ഷിതത്വം നൽകുന്നവനാണ്, ദൈവം നിനക്ക് ബലം നൽകുന്നവനാണ്, ദൈവം നിനക്ക് മാറാത്ത ഒരു സ്ഥലം പോലെ നിൽക്കുന്നു. ദൈവം നിനക്ക് ഹല്ലേലൂയ സുസ്ഥിരമായ ഒരു അഭയ കേന്ദ്രമായിരിക്കുന്നു. വന്യമൃഗങ്ങൾ, ദുഷ്ടമൃഗങ്ങൾ, കടിച്ചു കീറുന്ന മൃഗങ്ങൾ നിനക്ക് നേരെ പാലെടുക്കുമ്പോൾ നിനക്ക് പോയി അഭയം പ്രാപിക്കുവാനുള്ള ഒരു അഭയസ്ഥാനമാണ് ഹല്ലേലൂയ ഈ പാറ എന്ന് പറയുന്നത്. ദൈവം നമുക്ക് പാറയായിരിക്കുന്നു, ദൈവം നമ്മുടെ പാറയായിരിക്കുന്നു. എന്റെ പാറയായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ദാവീദ് പറഞ്ഞതുപോലെ, ഇന്ന് ദൈവത്തിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ദൈവം ബലശാലിയാണ്. ആമേൻ. നിനക്ക് ധൈര്യമായി അവിടെ അഭയം പ്രാപിക്കാം, അത് മാറിപ്പോകുകയില്ല. എന്തെല്ലാം സംഭവിച്ചാലും ദൈവത്തിന് മാറ്റമില്ല. നിന്റെ അഭയസ്ഥാനം, നിന്റെ ആശ്രയം, നിന്റെ പരിപാലനം ആ ദൈവത്തിൽ നീ വയ്ക്കുമെങ്കിൽ നീ തോറ്റു പോകുകയില്ല, തളർന്നു പോകുകയില്ല, ഭയന്നു പോകുകയില്ല. കാരണം ദൈവം നിനക്ക് പാറയായി കൂടെയുണ്ട്. ഹല്ലേലൂയ. വചനം പറയുന്നു, ഒന്ന്, അവൻ പാറ, സ്തോത്രം, നിന്റെ അഭയസ്ഥാനം, നിന്റെ ബലമുള്ള ഗോപുരം, നീതിമാന്റെ ബലമുള്ള ഗോപുരം, നീതിമാനെ അഭയം പ്രാപിപ്പാനുള്ള ബലമുള്ള ഗോപുരമായിരിക്കുന്നു ഈ പാറ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ, ദൈവം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം പാറ, പാറ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം നമുക്ക് ബലശാലിയാണ്, ബലമുള്ളവനാണ്, മാറാത്തവനാണ്, സുസ്ഥിരമായ ഒന്നാണ്. ഹല്ലേലൂയ. നമ്മളെ പരിപാലിക്കുന്ന, നമ്മളെ നമുക്ക് അഭയം നൽകി തരുന്ന ഒരു സ്ഥാനമാണ് ഈ പാറ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം, നാം വിളിച്ചപേക്ഷിക്കുന്ന നമ്മുടെ ദൈവം നമുക്ക് പാറയാണെന്ന് പറയുമ്പോൾ ആ ദൈവം എൻ്റെ അഭയസ്ഥാനമാണ്, ആ ദൈവം എൻ്റെ ആശ്രയമാണ്, ആ ദൈവം എൻ്റെ സുസ്ഥിരമാണ്, ആ ദൈവം മാറാത്തവനാണ്, ആ ദൈവം എൻ്റെ ബലമാണ്. എത്ര പേർക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. വായുകൾ തുറന്ന് അതിശക്തമേറ്റി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിലെ ഹല്ലേലൂയ. അവൻ പാറ, ആരെ? നീ ആരാധിക്കുന്ന ദൈവം പാറയാകുന്നു. ഹല്ലേലൂയ. ആ പാറയെ പോലെ ബലമുള്ള ഒരു സ്ഥലമാകുന്നു. നീതിമാനെ അഭയം പ്രാപിക്കുവാൻ പറ്റിയ ഈ ലോകത്ത് ഒരേ ഒരു സ്ഥലമുള്ളത് അത് ദൈവത്തിന്റെ പാദപീഠമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് മറിയ ദൈവത്തെ യേശുവിന്റെ പാദപീഠം തിരഞ്ഞെടുക്കുവാനാണ് ഇടയായി തീർന്നത്. ദാവീദ് അതുകൊണ്ട് അടിക്കടി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, പാട്ടുകൾ പാടുമ്പോൾ അവൻ ഉപയോഗിച്ച വാക്ക് യഹോവയായ എൻ്റെ ദൈവം പാറയാകുന്നു. പാറയായ എൻ്റെ ദൈവം മഹത്വപ്പെടുമാറാകട്ടെ. അവൻ എൻ്റെ കോട്ട, അവൻ എൻ്റെ ശൈലം, അവൻ എൻ്റെ ഹല്ലേലൂയ രക്ഷകൻ, അവൻ എൻ്റെ പാറ, അവൻ എൻ്റെ ഉറപ്പുള്ള സ്ഥലം. ഓ ജീസസ്, ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ദൈവം ആരാണ്? ദൈവം നിനക്ക് പാറയാണ്. ദൈവം നിനക്ക് ആരാണ്? ദൈവം നിനക്ക് അഭയസ്ഥാനമാണ്. ദൈവം നിനക്ക് ആരാണ്? ദൈവം നിനക്ക് ബലമാണ്.
ദൈവം നിനക്കാരാണ്. ദൈവം നിനക്ക് സുസ്ഥിരം ഉള്ള ഒരു സ്ഥലമാണ്. ദൈവം നിനക്കാരാണ്. ദൈവം നിനക്ക് പ്രൈസ് ദി ലോർഡ് അഭയം നൽകുന്ന ഒരു സ്ഥാനമാണ്. അപ്പോൾ ഒന്നാമത് നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, ഹല്ലേലൂയ. ദൈവമാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പ്രകൃതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം പാറ. ഹല്ലേലൂയ. രണ്ട്, അവന്റെ പ്രവൃത്തി അത്യുത്തമം. ആമേൻ. ഉത്തമമല്ല, അത്യുത്തമം. അതി പ്ലസ് ഉത്തമം, അത്യുത്തമം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ദൈവത്തോട് അടുക്കുവാൻ ശ്രമിക്കുന്ന, ദൈവമായൊരു ബന്ധം പുലർത്തുവാൻ ആഗ്രഹിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളോട് ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ പ്രവൃത്തി ഉത്തമമല്ല, അത്യുത്തമമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉത്തമത്തെക്കാൾ ശ്രേഷ്ഠമേറിയതാണ് അത്യുത്തമം എന്ന് പറയുന്നത്. അതിനേക്കാൾ മേലെ വേറെ ഒന്നുമില്ല. മനുഷ്യന്റെ പ്രവൃത്തികളെല്ലാം ഉത്തമമായി മാറുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അത്യുത്തമമാണ്. ആമേൻ. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തികളെ നിങ്ങൾ ഓർക്കുമെങ്കിൽ, ദൈവം ചെയ്ത പ്രവൃത്തികളെ ധ്യാനിക്കുമെങ്കിൽ, ആ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ അത്യുത്തമമായിരുന്നു. ഹല്ലേലൂയ. പലപ്പോഴും സങ്കീർത്തനകാരൻ തന്നെ പറയുന്നുണ്ട്, കർത്താവേ, നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവ. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. അവിടുത്തെ പ്രവൃത്തി അത്യുത്തമമാകുന്നുവല്ലോ. നീതിമാന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി എങ്ങനെയുള്ളതാണ്? അത്യുത്തമമുള്ളത്. ഒരിക്കൽ കൂടി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ദൈവ പൈതലേ, നിനക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രവൃത്തി അത്യുത്തമമുള്ളതാണ്. ഹല്ലേലൂയ. ഉത്തമമല്ല, അതിനേക്കാൾ ശ്രേഷ്ഠമേറിയതാണ് ദൈവത്തിന്റെ പ്രവൃത്തിയെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. വരുന്ന ദിവസങ്ങളിൽ ആത്മാവിൽ ഞാൻ പ്രവചനാത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. വരുന്ന ദിവസങ്ങളിൽ നിനക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുന്നത് അത്യുത്തമമായി തന്നെയാണ്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ അത്യുത്തമമായ ചില കാര്യങ്ങളെ പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ കരം അതിനു വേണ്ടി നിങ്ങളുടെ മേൽ ഇറങ്ങി വരുമാറാകട്ടെ. ഹല്ലേലൂയ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണാൻ കഴിയുന്നത് കർത്താവ് സകലവും നന്നായി ചെയ്തു. സകലവും നന്നായി ചെയ്തു. മനുഷ്യൻ ചെയ്യുമ്പോൾ പല പോരായ്മകളും ഉണ്ട്, ഇല്ലേ? അതെ, സ്തോത്രം. പല പോരായ്മകളുമുണ്ട്. പക്ഷേ ദൈവം ചെയ്യുമ്പോൾ അത് നന്നായി ചെയ്യുന്നു, അത്യുത്തമമാകുന്നു. ഖനാവിലെ വീട് നമുക്കറിയാവുന്നതാണ്. ഖനാവിലെ വിവാഹ വീട്ടിൽ പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ എൻ്റെ കർത്താവ് സകലവും നന്നായി ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അത്യുത്തമമായത് ദൈവം ഇവിടെ പ്രവർത്തിപ്പാനായിട്ട് ഇടയായി തീർന്നു. നിങ്ങൾ ആ വേദഭാഗം വീട്ടിൽ പോയി വായിക്കുക. അവിടെ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, ദൈവത്തിന്റെ പ്രവൃത്തി അത്യുത്തമമായിരുന്നു എന്ന്. സ്വത്രം. മനുഷ്യന്റെ പ്രവൃത്തികൾക്കെല്ലാം പോരായ്മയുണ്ട്, മനുഷ്യന്റെ പ്രവൃത്തികൾക്കെല്ലാം കുറവുകളുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ അത്യുത്തമമാണ്. ദൈവത്തിന്റെ പ്രവൃത്തികൾ നന്നായി ചെയ്യുന്നതാണ്. അത് നിന്റെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും നന്നായി ചെയ്ത് നിന്നെ ഉയർത്തുവാൻ ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നീ കാണാൻ പോവുകയാണ്. ചില അത്യുത്തമമായ ദൈവപ്രവൃത്തിയിലേക്ക് ദൈവം നിന്നെ നയിക്കുവാൻ പോവുകയാണ്. വിശ്വാസത്തോടെ ആമേൻ എന്ന് പറഞ്ഞേ അത് സ്വീകരിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലരും നിന്റെ ജീവിതത്തെ കണ്ട്, നിന്റെ സാഹചര്യങ്ങളെ കണ്ട് കുറവ് പറയുമ്പോൾ, ആമേൻ, നീ ഇത്ര വർഷമായി ദൈവത്തെ ആരാധിച്ചിട്ടും ഇത്ര വർഷമായി ദൈവത്തെ സേവിച്ചിട്ടും എന്തേ നിന്റെ ജീവിതം ഇങ്ങനെ ഇരിക്കുന്നു? എന്തേ നീ ഹല്ലേലൂയ താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുന്നു? എന്തേ നിനക്ക് ഇങ്ങനെ സംഭവിച്ചെന്ന് ഹല്ലേലൂയ ചുറ്റുമുള്ളവർ, പരിഹാസികൾ നിന്നെ നോക്കി പരിഹസിക്കുമ്പോൾ ദൈവാത്മാവിനെ വിളിച്ചു പറയട്ടെ, ഇല്ല ദൈവജനമേ, നമ്മുടെ ദൈവം ആരെന്നറിയാമോ? അവന്റെ പ്രവൃത്തി അത്യുത്തമമായതാണ്. ഹല്ലേലൂയ. നിന്നെ പകയ്ക്കുന്നവർക്ക് മുൻപാകെ, നിന്റെ ശത്രുക്കൾക്ക് മുൻപാകെ മേശയൊരുക്കി നിന്നെ മാനിക്കുവാൻ എന്റെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? യേശുവിന്റെ നാമത്തില് നിനക്ക് വേണ്ടി ദൈവം അത്യുത്തമമായത് പ്രവർത്തിക്കാൻ പോകുകയാണ്. അത് ശത്രു കണ്ട് അവൻ പല്ലുകടിച്ച് ഉരുകിപ്പോകുന്ന ദിവസങ്ങൾ സമീപമായി. യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ. നിനക്ക് വേണ്ടി എന്റെ ദൈവം അത്യുത്തമമായി പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ ശത്രു പല്ലുകടിച്ച് ഉരുകിപ്പോകും. അവന്റെ ആശ നശിച്ചു പോകും. ഓ റിമന ഹംബൽ ഗോഡ റമന ചുനാദറ. എത്ര പേർക്ക് ആത്മാവിൽ അത് റിസീവ് ചെയ്യാൻ പറ്റും? എത്ര പേർക്ക് ആത്മാവിൽ അത് റിസീവ് ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. നിനക്ക് വേണ്ടി കർത്താവ് അത്യുത്തമമായി ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. എന്റെ ദൈവം നന്നായി ചെയ്യാൻ ചില കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്തെടുക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. പലരും കുറവ് പറയട്ടെ, പലരും നിന്നെ പരിഹസിക്കട്ടെ, പലരും നിന്നെ നിന്ദിക്കട്ടെ, നിന്റെ വർഷങ്ങൾ പറഞ്ഞ് നിന്നെ വേദനിപ്പിക്കട്ടെ. അതിന്റെ മധ്യത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, പരിശുദ്ധാത്മാവിൽ എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി, അത്യുത്തമമായ ചില ദൈവ പ്രവൃത്തി നിന്റെ ജീവിതത്തിന്റെ കർത്താവ് ചെയ്തെടുക്കാൻ പോകുകയാണ്. പരിഹാസികളുടെ മുൻപിൽ വെച്ച് തന്നെ, നിന്നെ നിന്ദിച്ചവരുടെ മുൻപിൽ വെച്ച് തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി അത്യുത്തമമായി ഇറങ്ങി വരാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. മനുഷ്യൻ ചെയ്യുന്നതിനേക്കാൾ ഉത്തമമായി അത്യുത്തമമായി എന്റെ ദൈവം പ്രവർത്തിക്കുന്നു. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞത് കാനാവിലെ വീട്ടിലെ കല്യാണമാണ്. അവിടെ പോരായ്മകൾ കടന്നു വന്നു, കർത്താവ് നന്നായി ചെയ്തു. അത്യുത്തമമായത് കർത്താവ് അവിടെ വെളിപ്പെടുത്തി. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവർത്തികൾ അത്യുത്തമമാണ്. ആമേൻ. തൻ്റെ ജനങ്ങളോടുള്ള ബന്ധത്തിൽ, തന്നെ ആരാധിക്കുന്നവരോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി പറഞ്ഞാട്ടെ അത്യുത്തമം. ഹല്ലേലൂയ. ശ്രേഷ്ഠമായത്, ഉത്തമത്തേക്കാൾ ശ്രേഷ്ഠമായത് അത്യുത്തമം. അത് നീ കാണുവാൻ പോവുകയാണ്. ഇതുവരെ നീ കാണാത്ത ചിലത്, ഇതുവരെയും പ്രാപിക്കാത്ത ചിലത്. യെസ്, യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ. നീ പല പ്രാവശ്യം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ എന്റെ ഒരു ഉയർച്ച, ഹല്ലേലൂയ, ഞാൻ എത്തേണ്ട സ്ഥാനത്ത് എത്തിച്ചേരുവാൻ, പ്രൈസ് ദി ലോർഡ്, ഞാൻ പോകേണ്ട സ്ഥാനത്ത് പോകുവാൻ, ഞാൻ ഇരിക്കേണ്ട സ്ഥാനത്ത് എത്തിച്ചേരുവാൻ കഴിയാതെ വണ്ണം ഭാരപ്പെടുന്ന ആരെങ്കിലും എന്റെ വാക്ക് കേൾക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, അത്യുത്തമമായത് ചിലത് ചെയ്തെടുക്കുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ പ്രാർത്ഥനയോടെ തുടരുക. അങ്ങനെയാണെങ്കിൽ ദൈവപ്രവൃത്തി, അത്യുത്തമമായ ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ നിവർത്തിക്കുന്ന നാളുകളാണെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി നിന്നോട് ദൂതറിയിക്കുകയാണ്. ഓ ഫാദർ, ഇൻ ദി നെയിം ഓഫ് ജീസസ്, നീ പ്രാർത്ഥിച്ചോ, മടുത്തു പോകാതെ പ്രാർത്ഥിച്ചോ. നീ എത്തേണ്ട സ്ഥാനത്ത് എത്തുവാൻ, നീ ഉയരേണ്ട സ്ഥാനത്ത് ഉയർന്നു വരുവാൻ, നീ ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരിക്കുവാൻ ദൈവത്തിന്റെ അത്യുത്തമമായ പ്രവൃത്തികൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്ന ദിവസങ്ങളാണ്. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ആമേൻ. രണ്ടാമത്തെ കാര്യം നാം വായിച്ചത് ഇങ്ങനെയാണ്, ദൈവത്തിന്റെ അവന്റെ പ്രവൃത്തി അത്യുത്തമം. ഒന്ന്, ഹല്ലേലൂയ, അവൻ പാറയാകുന്നു. രണ്ട്, അവന്റെ പ്രവൃത്തി അത്യുത്തമമായിരിക്കുന്നു. മൂന്ന്, അവന്റെ വഴികളൊക്കെയും ന്യായമായത്. ഓ ജീസസ്. അന്യായമായതാണ് ഈ ഭൂമിയിലുള്ളത്. അന്യായമായ കാര്യങ്ങളാണ് മനുഷ്യന്റെ കയ്യിലുള്ളത്. അന്യായമായ കാര്യങ്ങൾ, അന്യായമായ വഴികൾ, കുറുക്ക് വഴികൾ. ആമേൻ. ഉയർച്ച പ്രാപിക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ ജനങ്ങൾ ഇന്ന് കുറുക്കു വഴികളും അന്യായമായ വഴികളും സ്വീകരിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ പ്രകൃതി എങ്ങനെയെന്നറിയാമോ? അവന്റെ വഴികൾ ഒക്കെയും ന്യായമായത്. സ്തോത്രം. ദൈവത്തിന്റെ വഴിയിൽ ന്യായമുണ്ട്. അല്ലയോ പറയാൻ പറ്റുമോ? ദൈവത്തിന്റെ വഴിയിൽ എന്തുണ്ട്? ന്യായമായതുണ്ട്, ന്യായമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതുവരെയും ന്യായമായത് നിനക്ക് ലഭിച്ചില്ലെങ്കിൽ നീ ദൈവത്തിന്റെ വഴിയിലേക്ക് തിരിയേ. നീ ദൈവത്തിലേക്ക് തിരിയേ. ആ വഴിയിൽ ന്യായമുണ്ട്. ദൈവം നിനക്ക് ന്യായം നടന്നു തരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വിധവമാർക്കും അനാഥർക്കും ന്യായം നടത്തി കൊടുക്കുന്ന ദൈവമാണ് ഈ ദൈവം. ഈ ലോകത്ത് തള്ളപ്പെട്ടവരാണ്, വെറുക്കപ്പെട്ടവരാണ്, സമൂഹം അവരെ മാറ്റി നിർത്തിയതാണ്. എന്നാൽ അനാഥർക്കും വിധവമാർക്കും ന്യായം നടത്തി കൊടുക്കുന്ന ദൈവം. ഇതുവരെയ്ക്കും നിനക്ക് ന്യായം വെളിപ്പെട്ടു വന്നിട്ടില്ലെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവത്തിന്റെ വഴിയിലേക്ക് തിരിയുക. അവിടെ നിനക്ക് ന്യായം പ്രാപിക്കാനായിട്ട് കഴിയും. ഓ ഗ്ലോറി ടു ഗോഡ്. എത്ര പേർക്ക് ശബ്ദമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും?
ഹല്ലേലൂയ. ഇതുവരെയും ന്യായമായത് നിനക്ക് പ്രാപിപ്പാൻ കഴിഞ്ഞില്ലെങ്കിൽ, അന്യായമായതാണ് നീ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അത് നിർത്തി നിനക്ക് ന്യായമായത് ലഭിക്കണമെങ്കിൽ ദൈവത്തിന്റെ വഴിയിലേക്ക് നീ തിരിയുക. അവിടെ ന്യായമായതുണ്ട്. ദൈവത്തിന്റെ വഴി ന്യായമായത്. ഹല്ലേലൂയ. ന്യായമായത് പ്രാപിപ്പാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. കുറുക്ക് വഴികളെ സ്വീകരിക്കരുത്. അന്യായമായതൊന്നും നമ്മുടെ ജീവിതത്തിൽ കാണരുത്. നിനക്ക് ന്യായമായത് പ്രാപിക്കണമെങ്കിൽ നീ ദൈവത്തിലേക്ക് തിരിയണം. കാരണം ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ പ്രകൃതി എന്ന് പറയുന്നത് ന്യായമുള്ള വഴികളാണ്. ദൈവത്തിന്റെ വഴികളൊക്കെ ന്യായമായി പ്രാപിക്കേണ്ടത് പ്രാപിക്കുക, അന്യായമായത് വിട്ടുകളയുക. അന്യായമായി സമ്പാദിച്ചതൊക്കെയും കുറച്ചു നാളത്തേക്ക് മാത്രമേ ഉള്ളൂ. ശലോമോൻ തന്നെ പറയുന്നുണ്ട്, അന്യായമായി സമ്പാദിച്ചതെല്ലാം കുറഞ്ഞു പോകും. സ്തോത്രം, 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 സ്തോത്രം. അന്യായമായി പ്രാപിച്ചതെല്ലാം, അന്യായമായി സമ്പാദിച്ചതെല്ലാം കുറഞ്ഞു പോകും. അത് നിന്നെ ഇല്ലായ്മയിലേക്ക് നയിക്കും. പക്ഷേ ന്യായമായത് പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന്റെ വഴിയിലേക്ക് തിരിഞ്ഞേ പറ്റുകയുള്ളൂ. അവിടെ നിനക്ക് ന്യായമായത് പ്രാപിപ്പാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴിയിൽ എന്തുണ്ട്? ന്യായമായതുണ്ട്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ് വായിച്ചത്. മൂന്നാമത്തെ പോയിന്റായി, അവന്റെ വഴികൾ ഒക്കെയും ന്യായം. ന്യായമുള്ള വഴികളാണ് ദൈവത്തിന്റെ വഴികൾ. അവിടെ ഒരു കുറുക്ക് വഴിയില്ല. അവിടെ അന്യായമായ കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണ്, ന്യായം നോക്കുന്ന ദൈവമാണ്. അവൻ ന്യായാധിപതിയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇതുവരേക്കും നിനക്ക് ന്യായം നടത്തി കിട്ടിയിട്ടില്ലെങ്കിൽ, നിന്റെ ചില വിഷയങ്ങൾക്ക് ഇതുവരെയും ന്യായമായ കാര്യങ്ങൾ ലഭിച്ചിട്ടില്ലെങ്കിൽ, ഞാൻ ദൈവാത്മാവിനെ വിളിച്ചു പറയുന്നു, നീ ദൈവത്തിന്റെ വഴിയിലേക്ക് തിരിയുക. നീ ദൈവത്തിലേക്ക് തിരിയുക. ദൈവം നിനക്ക് ന്യായം നടത്തി തരും. ആമേൻ. ചില മനുഷ്യരോടുള്ള ബന്ധത്തിൽ, ആമേൻ, മനുഷ്യരോടുള്ള ചില വിഷയങ്ങളിൽ പരിശുദ്ധാത്മാവിനെ ദൂത് പറയുകയാണ്. ഹല്ലേലൂയ. മനുഷ്യരോടുള്ള ചില ബന്ധങ്ങളിൽ, ചില വിഷയങ്ങളിൽ നിനക്ക് ഇതുവരെയും ന്യായം ലഭിച്ചിട്ടില്ലെങ്കിൽ, പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറയുന്നു, നീ ദൈവത്തിന്റെ വഴിയിലേക്ക് തിരിയുമെങ്കിൽ ദൈവം നിനക്ക് ന്യായം നടത്തി തരും. ആമേൻ. ഹല്ലേലൂയ. ചില ദിവസങ്ങളിൽ ന്യായമായത് കർത്താവ് നിനക്ക് വെളിപ്പെടുത്തി തരും. ന്യായമായ ചില കാര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. ശത്രുവിന് മുൻപാകെ ചില ന്യായമായത് ദൈവം വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? വിശ്വസിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. ആമേൻ, 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 ആമേൻ. മനുഷ്യരോടുള്ള ബന്ധത്തിൽ, നിന്റെ ചില വിഷയങ്ങളിൽ എൻ്റെ ദൈവം ന്യായമായി ഇടപെടാൻ പോകുകയാണ്. ന്യായമായ അവൻ്റെ വഴിയൊക്കെയും ന്യായമായത്. പ്രൈസ് ദി ലോർഡ്. നാലാമത്തെ പോയിന്റ്